ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ദേവയാനി വീക്കിലിയും വായിച്ചുകൊണ്ട് പുറത്ത് സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അവിടേക്ക് വരികയാണ് ജാനകിയും അനാമികയും. അനാമിക: വല്യമ്മേ, ഇതാ ജ്യൂസ്. ആദർശ് ഒരുത്തിയും കൊണ്ട് പോയിട്ട് അവൻ വിളിച്ചായിരുന്നോ ഏട്ടത്തി? ജാനകിയുടെ ചോദ്യം. അപ്പോൾ ദേവയാനി: വിളിച്ചു. ഏട്ടത്തി അങ്ങോട്ടാണോ അതോ അവൻ ഇങ്ങോട്ടാണോ വിളിച്ചത്? അങ്ങോട്ടും വിളിച്ചു ഇങ്ങോട്ടും വിളിച്ചു. ഇങ്ങനെയുള്ള യാത്രകൾ പരമാവധി തടയുന്നതായിട്ടെത്തി നല്ലത്. ഇപ്പം തന്നെ ആദർശ് അവളുടെ ഭാഗത്ത് കൂടുതൽ ചാഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് പറയുന്നത് കേട്ടിട്ട് ദേവയാനി ജാനകിയെ തന്നെ നോക്കുകയാണ്. അപ്പോൾ അനാമിക പറയാണ്, അത് സംശയമല്ല, സത്യ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. ജാനകി പറയാ, എന്തായാലും 5-ാം മാസത്തെ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു. അന്നത്തെ ദിവസം നന്ദു ഇവിടെ വരരുത് എന്ന് മോൾക്കൊരാഗ്രഹമുണ്ട്. ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ അനിയെ കാണാനുള്ള ഒരു അവസരമായിട്ടാണ് അവൾ കാണുന്നത്. ഇതൊക്കെ അവളും അവളുടെ അമ്മയും ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ടൂറിന് പോയവളും വിളിച്ചു പറഞ്ഞു കാണും ഇങ്ങോട്ട് വരാൻ വേണ്ടി. അത് കേട്ട് അനാമിക പറയാണ്, അതുറപ്പല്ലേ? അത് മാത്രമല്ല, 5-ാം മാസക്കാരിയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് നവ്യ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത്. നവ്യ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് വരുന്നത്. അതെ, വിളിച്ചു പറഞ്ഞിരുന്നു. എൻ്റെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ എൻ്റെ അനിയത്തിയും ഇതിൽ പങ്കെടുക്കണ്ടേ? അപ്പോൾ ജാനകി: പങ്കെടുക്കണം എന്നെന്താ ഇത്ര നിർബന്ധം? അപ്പോൾ നവ്യ പറയാണ്, അമ്മായിക്ക് ഇത് നിർബന്ധമായിരിക്കില്ല, പക്ഷേ എനിക്കിത് നിർബന്ധമുണ്ട്. ആകെക്കൂടെ എൻ്റെ അച്ഛനും അമ്മയും നന്ദുവും മാത്രമാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ അവളോട് വരണ്ടെന്ന് പറയാം. വേറെ മറ്റൊരു ബന്ധുക്കളെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. അത് കേട്ട് ജാനകി കളിയാക്കുകയാണ്. അങ്ങനെ വിളിക്കാനും മാത്രം നിനക്ക് എവിടെയൊക്കെ ബന്ധുക്കൾ ഇരിക്കുന്നു? അത്യാവശ്യം ബന്ധുക്കളൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അപ്പം ജാനകി: അതിവിടെ എല്ലാവരും കാണുന്നുണ്ട്. അച്ഛനും അമ്മയും പോലും നിന്നെ ഒന്ന് കാണാൻ അധികം വരുന്നില്ലല്ലോ. പിന്നെ നിൻ്റെ ബന്ധുക്കൾ, അവർ വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. അവസരം കിട്ടിയപ്പോഴൊക്കെ നിങ്ങളുടെ അമ്മ ഇവിടെ വന്ന് താമസിച്ച കാര്യമൊക്കെ അപ്പച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അനാമിക പറയാം. അബിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും നിർബന്ധിച്ചതുകൊണ്ടാണ് അമ്മ ഇവിടെ വന്നു നിന്നത്. ദേവയാനി പറയാണ്, ഇവിടെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയും തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ 5-ാം മാസ ചടങ്ങിന് നന്ദു വരരുത് എന്ന് മോൾക്കുണ്ടെങ്കിൽ അത് അച്ഛനോടും അമ്മയോടും പറയണം. ഞാൻ വരണ്ട എന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും വരണം എന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛനും അമ്മയും ഇവിടെ വരുമ്പോൾ അവളും ഉറപ്പായിട്ടും വരും. അച്ഛനും അമ്മയ്ക്കും നയന എന്ന് പറഞ്ഞാൽ ജീവനാ. അതുകൊണ്ട് അവളെ പിണക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല. അപ്പോൾ ദേവയാനി പറയാണ്, ഒരു കാര്യം ചെയ്യ്, നീയും മോളും പോയി അച്ഛനോട് വിവരം പറ. അവർ പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോളെ, നമുക്ക് അച്ഛനോടും അമ്മയോടും സംസാരിക്കാം. എൻ്റെ സ്വന്തം അനിയത്തിയ നന്ദു. അങ്ങനെയുള്ളപ്പോൾ അവൾ ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയാണോ അമ്മായി? അപ്പോൾ ദേവയാനി പറയാണ്, എനിക്ക് ശരിയും തെറ്റും ഒന്നും അറിയില്ല. ഇനി ഞാൻ ഒന്നിനും വാശി പിടിക്കാനും പോകുന്നില്ല. നിൻ്റെ അനിയത്തി വന്നാലും വന്നില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഇക്കണക്കിന് എനിക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നൂലുകെട്ട് ഉൾപ്പെടെ ഒരുപാട് ചടങ്ങുകൾ ഉണ്ടല്ലോ. അതിനൊക്കെ എൻ്റെ അനിയത്തി മാറി നിൽക്കണോ? അവർ നിൻ്റെ അനിയത്തിയെ വരണ്ട എന്ന് പറയാൻ വേണ്ടി അച്ഛനടുത്ത് പോയിരിക്കല്ലേ. അതുപോലെ നിൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ അച്ഛനടുത്ത് പോയി പറ. അച്ഛൻ ഉചിതമായ ഒരു തീരുമാനം എടുക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നന്ദുവിനോട് വരണ്ട എന്ന് പറഞ്ഞാൽ അവൾ വരില്ല. പക്ഷേ അവൾ വന്നില്ലെങ്കിൽ എനിക്കും നയനയ്ക്കൊക്കെ സങ്കടമാവും. പിന്നെ അമ്മായി ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ വിഷമമൊന്നും കണക്കിലെടുക്കാത്തത് കൊണ്ട് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് വലിയ കാര്യവുമില്ല. ഞാനും നയനയും ഈ വീട്ടിൽ അധികപ്പറ്റുകളാണ്. ആദർശേട്ടൻ നയനയെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. അബിക്ക് എന്നോട് അതുപോലും ഇല്ല. അതുകൊണ്ട് അനാമികയ്ക്ക് വേണ്ടി ഞങ്ങൾ പലതും അഡ്ജസ്റ്റ് ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് അമ്മായി ഉൾപ്പെടെ ഞങ്ങളെ വെറുക്കുന്നവരൊക്കെ ചിന്തിക്കുന്നത്. പിന്നെ പിടിച്ചു നിൽക്കാവുന്നിടത്തോളം പിടിച്ചു നിൽക്കാം. അങ്ങനെ അനാമികയും ജാനകിയും മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാം പറഞ്ഞു. മുത്തശ്ശൻ പറയാ, ഈ വീട്ടിലെ 2 മരുമക്കളുടെ അനിയത്തിയാണ് നന്ദു. ഇവിടെ അവൾ വരണ്ട എന്ന് പറയാൻ എനിക്ക് പോലും അധികാരമില്ല. ആ 2 മരുമക്കളുടെ അനിയത്തിയാണല്ലോ ഈ നിൽക്കുന്ന എൻ്റെ മരുമോളും. അപ്പോൾ എൻ്റെ മരുമോളുടെ സങ്കടം എന്താ അച്ഛനും അമ്മയും കണക്കിലെടുക്കാത്തത്? അപ്പോൾ മുത്തശ്ശി പറയാണ്, മോൾ എന്തിനാ സങ്കടപ്പെടുന്നേ? ഗോവിന്ദനും കനകയും വരുമ്പോൾ നന്ദുവിനെയും കൂട്ടണം എന്ന് പറഞ്ഞത് ഞാനാ. അങ്ങനെയുള്ളപ്പോൾ അവർക്കൊപ്പം നന്ദു വരും. ആ സമയത്ത് ദുർമുഖമൊന്നും കാണിക്കാതെ അവരോട് സംസാരിക്കാനും നന്നായിട്ട് പെരുമാറാനും നിൽക്കുക വേണ്ടത്. അപ്പോൾ അനാമിക പറയാണ്, എൻ്റെ ജീവിതം തകർക്കാനായിട്ട് മുന്നിട്ട് നിൽക്കുക അവൾ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, മോളെ, നമ്മുടെ ജീവിതം തകർക്കുന്നത് നമ്മൾ തന്നെയാണ്.
അതിനവിടെ മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. നിന്റെ സ്വഭാവം നല്ലതാണെങ്കിൽ, നിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. കാര്യത്തിൽ നീ നയനമോളെ പാഠപുസ്തകം ആക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇതേ ആദർശം നയനയും ടൂർ പോയിരിക്കുക. ഒരു സമയത്ത് രണ്ടാളും കീരിയും പാമ്പും പോലെയായിരുന്നു. ഇങ്ങനെയുള്ള ആദർശിനെയാ നയനമോള് മാറ്റിയെടുത്തത്. ജാനകിക്ക് ദേഷ്യം വരിക. അപ്പം മുത്തശ്ശി, എങ്ങനെയാ മാറ്റിയെടുത്തത്? മുത്തശ്ശൻ കൂട്ടിച്ചേർക്കുക, സ്നേഹത്തിലൂടെ. പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ആയുധം അതുതന്നെയാ മോളെ. മുത്തശ്ശൻ്റെ കൊച്ചുമോന് എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, മോക്ക് അങ്ങോട്ടുണ്ടോ? ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും മനസ്സ് വഴിതെറ്റി നടക്കുമ്പോൾ അത് കണ്ടെത്തി പരിഹാരം കാണേണ്ടത് പങ്കാളികളുടെ കടമയാണ്. ഇവിടെ മോൾ അതിന് ശ്രമിക്കാതെ അനിയെയും നന്ദുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുക. അപ്പോൾ ജാനകി, അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഇത്തിരിയെങ്കിലും നാണമുണ്ടെങ്കിൽ നന്ദു എന്ന് പറയുന്നവൾ ഇന്നിവിടെ വരില്ല. അത് കേട്ട് മുത്തശ്ശൻ അറിയാം, അത് ഞങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നന്ദു ഇവിടുത്തെ ചടങ്ങിന് എത്തണം എന്നത് എൻ്റെയും ഇയാളുടെയും ആവശ്യമാണ്. ഞങ്ങൾ അതിനുവേണ്ടി പ്രഷർ ചെലുത്തിയ സ്ഥിതിക്ക് ഗോവിന്ദനും കനകയും അവളെ ഇവിടെ കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തെല്ലാം സംഭവങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായതാ മുത്തശ്ശ. അവിടെ പോയി എത്ര തവണ തല്ലും വഴക്കും ഉണ്ടാക്കിയതാ. എന്നിട്ടും അവർക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്? മുത്തശ്ശൻ പറയാം, നന്ദു ഇവിടെ വരുന്നത് മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മോൾ ഒരു കാര്യം ചെയ്യും. മോൾ ആ സമയത്ത് എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്. അനാമിക മോള് അവിടെയുള്ളത് കൊണ്ട് നവ്യ മോളുടെ ഫംഗ്ഷന് മോളെ കൊണ്ടുപോകില്ല എന്ന് കരുതിയതാ നന്ദുവിനോട് അമ്മ പറയാം. പക്ഷേ അനിയുടെ മുത്തശ്ശി ഇപ്പം വിളിച്ചിരുന്നു. ഉറപ്പായിട്ടും ഞങ്ങൾ പോകുമ്പോൾ മോളെയും കൂടി കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശി നിർബന്ധം പിടിച്ചിരിക്കുക. മുത്തശ്ശൻ്റെ അഭിപ്രായം അത് തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ അത് ധിക്കരിക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ എന്താ വേണ്ടത് അമ്മേ? എന്തായാലും കുറച്ച് സമയത്തെ കാര്യമല്ലേ നന്ദൂട്ടാ, മോളും കൂടെ വന്നേക്ക്. പിന്നെ വരുന്നതൊക്കെ കൊള്ളാം. ആ അനിയോട് മിണ്ടാനും പറയാനൊന്നും പോകരുത്. ഞാൻ അനിയിൽ നിന്നും ഒരുപാട് അകലെ നടന്നതാ. എന്നിട്ടും ആ അനാമിക തന്നെയാണ് എൻ്റെ പിന്നാലെ വന്ന് ശല്യം ചെയ്യുന്നത്. ചേച്ചിയെ തള്ളിയിട്ടതും എന്നെ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടുപോയതും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. ചെയ്യാത്ത തെറ്റിന് ഒരുത്തി എന്നെ ശിക്ഷിക്കുമ്പോൾ ഞാനെന്തിനാ അമ്മേ അവളെ ബോധിപ്പിക്കാൻ വേണ്ടി അനിയെ കാണാതിരിക്കുന്നത്? അതല്ല മോളെ, എനിക്കിപ്പോഴും അനാമികയോട് ഒരു താല്പര്യമില്ല. അങ്ങനെയാ നയനമോളും നവ്യമോളും ഒക്കെ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ മോൾ അനിയെ കാണുന്നത് ശരിയല്ലല്ലോ. ഞാൻ ആരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നില്ല അമ്മേ. പിന്നെ അനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്ത് കാര്യങ്ങളും ഞങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് അനിയെ പിണക്കുന്നത് ശരിയല്ല. എൻ്റെ അകൽച്ച പാവം അവനെ നന്നായി വേദനിപ്പിക്കുന്നുണ്ട്. അതവൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മോളനി അനിയുമായിട്ട് അടുപ്പം കൂടാനാണോ പുറപ്പാട്? അങ്ങനെയൊന്നുമില്ല അമ്മേ. പക്ഷേ ഇനി മുതൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ അവനോട് കണ്ടില്ല എന്ന് നടിച്ചു പോകാൻ കഴിയില്ല. എന്തിനാ അങ്ങനെ പോയിട്ട് അനിയെ വെറുതെ വേദനിപ്പിക്കുന്നത്? അപ്പോഴാണ് ആ പൂജാരി പറഞ്ഞത് ഓർക്കുന്നത്. ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചോ, തിരിഞ്ഞ് ആ പയ്യൻ നിങ്ങളുടെ അരികിൽ വരും. അവർ തമ്മിൽ ഒന്നിക്കണം എന്നാണ് പ്രശ്നവശാൽ കാണുന്നത്. അടുത്ത ഒരു കൊല്ലത്തിനുള്ളിൽ അത് നടക്കാനും സാധ്യതയുണ്ട്. അനഘ അതാണ് അപ്പോൾ ഓർത്തത്. എന്നിട്ട് പറയാ, ഈശ്വര, ഇനിയിപ്പത് സത്യമാവോ? നവ്യ നൈൽ പോളിഷൊക്കെ ഇടുകയാണ്. അതേസമയം ദേവയാനി പിന്നിൽ നിന്ന് വന്നിട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നവ്യയെ നോക്കുകയാണ്. ദേവയാനി അടുത്തോട്ട് വന്നിട്ട് നവ്യയോട് പറയാണ്, നിൻ്റെ 5-ാം മാസത്തെ ചടങ്ങ് നടക്കാൻ പോവുമല്ലേ, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വയ്ക്കുകയൊക്കെ ചെയ്യണ്ടേ? നിനക്കിഷ്ടപ്പെട്ട പലഹാരങ്ങൾ എന്തൊക്കെയാ? അതുപോലെ തന്നെ ഇതൊരു ഫംഗ്ഷനാണല്ലോ. അപ്പോൾ നിൻ്റെ വീട്ടുകാർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കണമല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി ഉണ്ടാക്കി വെക്കാമായിരുന്നു. ദേവയാനിയോട് നവ്യ പറയാണ്, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എൻ്റെ അമ്മായിയമ്മയ്ക്ക് അറിയാം. ഞാനെന്തായാലും അവളോടൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. നീ ഒരു വെള്ള പേപ്പറിൽ നിനക്കിഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ എഴുതി തന്നാൽ മതി. അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാക്കണ്ട അമ്മായി, നവ്യ പറയാം. അത് പറ്റില്ല, ഞങ്ങളുടെ തറവാടിന് അന്തസ്സിന് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം, ദേവയാനി നവ്യയോട് പറയാം. ഇവിടുന്ന് ഒരു ചുമട് പലഹാരമായിട്ടായിരിക്കുമല്ലോ നിൻ്റെ അച്ഛനും അമ്മയും വരുന്നത്. കാര്യത്തിൽ അവരാരും ഒരു കുറവും വരത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ മാന്യത ഞങ്ങളും കാണിക്കണ്ടേ? അമ്മായിക്ക് വയ്യാത്തതല്ലേ, ഇതൊക്കെ അബിയുടെ അമ്മയും ചെറിയമ്മായിയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ഇന്നയാൾ ചെയ്യണം എന്ന നിയമമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ ഇനി മുതൽ ഞാനാ നോക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് വേറെ ആരെയും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അപ്പം നവ്യ ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ? എന്താണെന്ന് നിനക്കറിയില്ലേ? ഒരു ഗ്ലാസ് പാല് കുടിച്ചതാ ഞാനൊരു രാത്രിയിൽ.
അതിനുശേഷം ഞാൻ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കടന്നു. മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതും മനുഷ്യപ്പറ്റുള്ളൊരു പെൺകുട്ടി സഹായിച്ചതുകൊണ്ട്. അത് കേട്ടപ്പോൾ നവ്യയ്ക്ക് ചിരി വരികയാണ്. അവൾ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. ആ അതെന്തെങ്കിലും ആവട്ടെ. ഞാനുണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റൂ. മറ്റുള്ളവർക്കും അത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ വീടിനകത്ത് ആളെ കൊല്ലാൻ മനസ്സുള്ളവർ പലരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കേട്ട് നവ്യ പറയാണ്, നയന ഒരിക്കലും പാലിനകത്ത് ഒന്നും കലർത്തില്ല അമ്മായി. അല്ലെങ്കിൽ തന്നെ ആ പാല് അവൾ എനിക്ക് തരാൻ വേണ്ടി കാച്ചി വെച്ചതല്ലേ. അതിന് ഞാനവൾ പ്രതിയാണെന്ന് പറഞ്ഞില്ലല്ലോ. മൊത്തത്തിൽ എനിക്കിപ്പോൾ ആരും അടുക്കളയിലോട്ട് കയറുന്നത് ഇഷ്ടമല്ല. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ എന്നെ സഹായിക്കാം. പക്ഷേ പാചകം മെയിനായിട്ട് ചെയ്യുന്നത് ഞാനായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അമ്മ കയറണം. പക്ഷേ അമ്മയ്ക്കിപ്പോൾ അതിനുള്ള ആരോഗ്യമൊന്നുമില്ലല്ലോ. നവ്യ പറയാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ എഴുതിത്തരാം അമ്മായി. ശരി. അല്ല, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നിൻ്റെ അനിയത്തി വരില്ലേ ടൂറൊക്കെ കഴിഞ്ഞിട്ട്? നവ്യ ചിരിച്ചുകൊണ്ട് പറയാണ്, അത് പിന്നെ വരാതിരിക്കും അമ്മായി. അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? അവൾക്ക് അങ്ങനെ പലഹാരങ്ങളൊന്നും ഇഷ്ടമല്ല. എങ്കിലും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം കാണില്ലേ? അതെന്താണെന്നാണ് ചോദിച്ചത്. ഇനി തമ്പ്രാട്ടി വരുമ്പോൾ അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവൾ പിണങ്ങിപ്പോയെങ്കിലോ? അല്ല, നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഫംഗ്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ അവൾ അവരുടെ കൂടെ മടങ്ങിപ്പോവോ എന്നറിയില്ലല്ലോ. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ എൻ്റെ മോൻ്റെ കരച്ചിൽ പിന്നെ എനിക്ക് കാണേണ്ടി വരും. അവനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇനി എനിക്കൊരു ജീവിതമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു ഗതികേട് വന്നത്. എന്നെയും അവളെയും ഒക്കെ സ്നേഹിക്കേണ്ടി വന്നത്. അതുകൊണ്ട് അവളുടെ ഇഷ്ടങ്ങൾ കൂടി എനിക്ക് എഴുതി തന്നേക്ക്. അതും ഞാനുണ്ടാക്കി വെച്ചേക്കാം. ദേവയാനി അത്രയും പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. പക്ഷേ നവ്യക്കതൊരു വിഷമം പോലെയാണ് തോന്നിയത്. നവ്യ മനസ്സിൽ ചിന്തിക്കുകയാണ്, അവളുടെ കരളുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നറിയില്ല. അതുകൊണ്ടാണ് ഇത്രയും തിളപ്പ്. അവരുടെ ആ വെറുപ്പോടെയുള്ള സംസാരം കേട്ടിട്ട് നവ്യയ്ക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.